ഒരു നമ്പറിൻ്റെ ക്യൂബ് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ 23 എന്നൊരു നമ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് 4 പ്ലേസസ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഈ 4 പ്ലേസിൽ ഓരോ നമ്പർ നമുക്ക് വേണം. അപ്പോൾ ആദ്യത്തെ പ്ലേസിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ 2ൻ്റെ ആദ്യത്തെ അക്കത്തിൻ്റെ ക്യൂബ്, ഫസ്റ്റ് ഡിജിറ്റിൻ്റെ ക്യൂബ്. 2ൻ്റെ ക്യൂബ് എത്ര മക്കളെ? 8. ഇനി ലാസ്റ്റ് പ്ലേസിൽ എന്ത് വരുമെന്ന് ചോദിച്ചാൽ സെക്കൻഡ് നമ്പറിൻ്റെ ക്യൂബ്, 3ൻ്റെ ക്യൂബ് എത്ര? 27. ഇനി ശ്രദ്ധിക്കണം, നമ്മുടെ ഫസ്റ്റ് ഡിജിറ്റിലെ 2ൻ്റെ സ്ക്വയറിനെ അടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കുക. 2ൻ്റെ സ്ക്വയറിനെ ലാസ്റ്റ് നമ്പർ അല്ലെങ്കിൽ സെക്കൻഡ് നമ്പർ കൊണ്ട് ഗുണിക്കുക. 2ൻ്റെ സ്ക്വയർ എത്ര? 4. 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 4 × 3 12. ഇത് വേണം നമ്മുടെ സെക്കൻഡ് പ്ലേസിൽ എഴുതാനായിട്ട്. ഇനി ഇത് നേരെ തിരിച്ച് ചെയ്യുക. അതായത് ലാസ്റ്റ് സെക്കൻഡ് നമ്പർ ഉണ്ടല്ലോ 3ൻ്റെ സ്ക്വയറിനെ ഫസ്റ്റ് നമ്പറായ 2 കൊണ്ട് ഗുണിക്കുക. 3ൻ്റെ സ്ക്വയർ എത്ര? 9. 9 × 2 എത്ര കിട്ടും? 18. അത് വേണം നമ്മുടെ തേർഡ് നമ്പറായിട്ട് എഴുതാനായിട്ട്. ഇനി ശ്രദ്ധിക്കുക, ഈ ആദ്യത്തെ നമ്പറിനെ അവസാനത്തെ നമ്പറിനെ ഒന്നും ചെയ്യണ്ട. ഫസ്റ്റ് നമ്പറിനെയും സെക്കൻഡ് നമ്പറിനെയും തേർഡ് നമ്പറിനെയും ഇരട്ടി എടുക്കുക. 12ൻ്റെ ഇരട്ടി എത്ര? 24. 18ൻ്റെ ഇരട്ടി എത്ര? 36. ഇനി നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 27ൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ 0 ഒന്നുമില്ല. അപ്പോൾ 27 + 0 27. പക്ഷേ 7 മാത്രമേ എഴുതാവൂ. 27ന് 7 എഴുതുക. ശിഷ്ടം 2 വരും. റിമൈൻഡർ ഇപ്പുറത്തോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഇനി ഇത് കൂട്ടുക. 8ും 2ഉം 10ഉം 6ഉം 16. 16ന് എന്ത് എഴുതാം? നമുക്ക് 6 ധൈര്യമായിട്ട് എഴുതാം. പക്ഷേ 16 എന്ന് എഴുതരുത്, 6 എഴുതുക. പിന്നെ എന്ത് ചെയ്യുക? ശിഷ്ടം എത്ര? 1 വന്നു. ആ 1 ഇതിൻ്റെ കൂടെ കൂട്ടുക. 1ഉം 1ഉം 2ഉം 3ഉം 5. ഇവിടെ 56 എന്ന് എഴുതി വെക്കരുത്, 5 എന്ന് എഴുതരുത്. ആ 5 ഇപ്പുറത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക. ശിഷ്ടമായിട്ട് ഇപ്പുറത്തേക്ക് എഴുതുക. എന്നിട്ട് ഇനി ഇത് തമ്മിൽ കൂട്ടുക. 5ഉം 2ഉം 7ഉം 4ഉം 11ന് 1 എഴുതുക. 11ന് 1 എഴുതുക. റിമൈൻഡർ എത്ര ഉണ്ട്? 1 ഉണ്ട്. അത് ഇതിൻ്റെ കൂടെ കൂട്ടുക. 2 1ഉം 3 1ഉം 4 എന്ന് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ 41 വരേണ്ടത്. പക്ഷേ നമ്മൾ ഇവിടെ 4 കിട്ടി. സ്വാഭാവികമായിട്ട് ആ 4 ഇപ്പുറത്തോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. 8ഉം 4ഉം 12. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടി? 12167 എന്ന് ആൻസർ കിട്ടി. സോ 23യുടെ ക്യൂബ് എന്ന് പറയുന്നത് 12167 ആണ്. അപ്പോൾ ഇതേപോലെ ഏത് നമ്പറിൻ്റെയും ക്യൂബ് ഇത് ഇച്ചിരി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.